ഹലോ നമസ്കാരം. അങ്ങനെ IPL വളരെ നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇതാ LSGയെ 19 റൺസിന് തകർത്തിരിക്കുന്നു, തോൽപ്പിച്ചിരിക്കുന്നു. ഈ ഒരു പരാജയം തീർച്ചയായിട്ടും LSGയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഡൽഹി ക്യാപിറ്റൽസിന് ഈ ഒരു മത്സരം പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ നമ്മുടെ ഈ ഒരു IPL സീസണിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോകുന്ന ഒരു ടീമായിട്ട് മാറുമായിരുന്നു. ഏതായാലും IPL at its peak എന്ന് വേണം നമ്മൾ ഈ ഒരു മത്സരങ്ങളൊക്കെ വിശേഷിപ്പിക്കാൻ. കാരണം അത്രയും കിടിലൻ പോരാട്ടങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ മത്സരങ്ങളുടെ വിജയ പരാജയങ്ങളൊക്കെ മറ്റ് ടീമുകളെയും ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യവും. LSG ഡൽഹി ക്യാപിറ്റൽസ് 19 റൺസിന് തോൽപ്പിച്ചതോടുകൂടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. DC വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മത്സരം അവർ തോറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ ഒരു IPL സീസണിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന ഒരു ടീമായിട്ട് മാറുമായിരുന്നു. പക്ഷേ അത്രയും വലിയൊരു സമ്മർദ്ദഘട്ടത്തിലും ഋഷഭ് പന്തും സംഘവും കിടിലൻ വിജയം നിന്ന് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഒരു വിജയം അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും അവർക്ക് കാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചതോടുകൂടെ മറ്റു ചില ടീമുകൾക്ക് വമ്പൻ ലോട്ടറി എന്നാണ് അടിച്ചിരിക്കുന്നത്. അതിലൊന്ന് RCB ആണ്. അതെ, RCBക്ക് ഈ ഒരു വിജയം LSGക്കെതിരെ DC സ്വന്തമാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം നമുക്കറിയാം DCക്ക് ഇനി ഈ ഒരു സീസണിൽ കളിയൊന്നും ബാക്കിയില്ല. അവർ 14 കളികളും കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ LSGക്ക് അങ്ങനെയല്ല, അവർക്ക് ഇനിയൊരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഇന്നത്തെ ഈ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരം അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ RCBയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്നാൽ വീണ്ടും RCBക്ക് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. RCB ഈ ഒരു വമ്പൻ വിജയക്കുതിപ്പ് നടത്തിയിരിക്കുന്നത് അവരുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങളിലേക്കാണോ എന്നുള്ള ചോദ്യം പോലും ഇപ്പോൾ ഉയരുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഏതായാലും CSK വേഴ്സസ് RCB തമ്മിലുള്ള പോരാട്ടം നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചതോടുകൂടെ നമ്മുടെ സഞ്ജുമൽ ബോയ്സ് പ്ലേ ഓഫ് സീറ്റ് അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. KKRന് ശേഷം IPL പ്ലേ ഓഫിലേക്ക് ഒഫീഷ്യലി ക്വാളിഫൈ ചെയ്യുന്ന രണ്ടാമത്തെ ടീമായിട്ടും നമ്മുടെ സഞ്ജുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ച് സ്കോർ കാർഡൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ വളരെ ചുരുക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്റ്റെപ്സിൻ്റെയും അതുപോലെ തന്നെ പോറലിൻ്റെയും ഗംഭീര വെടിക്കെട്ടിൻ്റെ മികവിലാണ് ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത 20 ഓവറിൽ 209 റൺസ് അടിച്ചെടുക്കുന്നത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ LSGക്ക് 189 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തുടക്കം മുതൽ തന്നെ LSGക്ക് തുടരെ വിക്കറ്റുകൾ നഷ്ടമാവുന്നതാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ തന്നെ 5 റൺസ് മാത്രം എടുത്തുകൊണ്ട് അവരുടെ ക്യാപ്റ്റൻ KL രാഹുലിനെ നഷ്ടമാവുന്നു. 12 റൺസ് എടുത്ത ഡീകോക്ക്, 5 റൺസ് എടുത്ത സ്റ്റോയിനിസ്, 2 എടുക്കാത്ത ദീപക് ഹൂഡ, 6 റൺ എടുത്ത ആയുഷ് ബദോനി എന്നിവരൊക്കെ തീർത്തും LSGക്ക് വേണ്ടി നിരാശപ്പെടുത്തിയപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയത് നിക്കോളാസ് പൂരൻ തന്നെയായിരുന്നു. വെറും 27 പന്തിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയത് 61 റൺസാണ്. പിന്നീട് അവസാനം അർഷദ് നടത്തിയൊരു പ്രകടനമുണ്ട്. യാമോനെ, അത് കൈയടിച്ചേ പറ്റൂ. DC ശരിക്കും ആ ഒരു പ്രകടനം വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും. വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവസാനം വരെ പൊരുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. 33 പന്തുകളിൽ 58 റൺസ് അടിച്ചുകൊണ്ടായിരുന്നു അർഷദിന്റെ വലിയ സംഭാവന. ഈ രണ്ടു പേരുടെയും ആ ഒരു പോരാട്ട വീര്യം തന്നെയായിരുന്നു LSGയുടെ മത്സരത്തിലുള്ള ആ ഒരു പരാജയത്തിന്റെ മാർജിൻ വലിയ തോതിൽ നിന്നും കുറച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് നിർണായക മത്സരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കാതെ പോയി. ഇത് ശരിക്കും LSGക്ക് വമ്പൻ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.